ഹലോ അസ്സലാമലൈക്കും. ഇതുണ്ടല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു സോസി ചിക്കനാണ്. അപ്പോൾ പേര് ഇങ്ങനെ തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പേരിടാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതൊരു പാൻ ചൂടായി അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഭയങ്കര ചെറിയ തീയിൽ വെക്കണം. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു 1.25 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. വളരെ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഈ പൊടി ഒന്ന് ചൂടാക്കിയെടുക്കാൻ. ചൂട് കൂടിപ്പോയാൽ പൊടി കരിഞ്ഞിട്ട് കറിൻ്റെ ടേസ്റ്റ് മാറിപ്പോൾ അതുകൊണ്ട് ഭയങ്കരമായിട്ട് നോക്കാം. നല്ലോണം ഒന്ന് അതിൻ്റെ ഒരു പച്ചമണം മാറി ഒരു നല്ലൊരു സ്മെല്ല് വരൂലേ, അതുവരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം നെയ്യിൽ. തീ കൂടുതൽ തോന്നുകയാണെങ്കിൽ ഓഫാക്കി വെച്ചോ. ഇനിയിപ്പോൾ ഇതിലോട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കുക. ചിക്കന് ചെറിയ ചെറിയ പീസായാൽ അത്രയും നല്ലത്. ഇനി അതിലേക്ക് ഞാനൊരു വലിയ ക്യാരറ്റിൻ്റെ ഒരു 1/4 ഭാഗമുണ്ട്, അത് നീളത്തിൽ കട്ട് ചെയ്തത് അതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു പിടി കറിവേപ്പില, പിന്നെ ഒരു 2 പച്ചമുളക് കീറിയതും അതും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ആക്കുക. ഈ പൊടികളും ചിക്കനും ക്യാരറ്റും എല്ലാം കൂടി ഒന്ന് നല്ലോണം മിക്സാണ്. പിന്നെ ഇതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. വളരെ ചെറിയ തീയിൽ ഈ ചിക്കനൊന്ന് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. വേറൊന്നും ഇതിനാവശ്യമില്ല. ഇത്രേ പണിയുള്ളൂ. ഇനി നമുക്കിതൊന്ന് മൂടി വെക്കാം. വെള്ളമൊന്നും ഒഴിക്കണ്ട, ചിക്കൻ തന്നെ വെള്ളം വരും. ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ചിക്കനെല്ലാം ഒന്ന് കുക്കായിട്ടുണ്ട്. ഇനി നിങ്ങൾക്കിതിൽ ഗ്രേവി വേണമെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാനൊരു 2.5 ടേബിൾ സ്പൂണ് സോസ് ഉണ്ടല്ലോ, ഹോട്ട് ആൻഡ് സ്പൈസി. ഇനി അതില്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചാലും മതി. അതും കൂടി ഇട്ടിട്ട് വീണ്ടും നല്ലോണം മിക്സ് ആക്കുക. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആകണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ചൂടുവെള്ളം തന്നെ ഒഴിക്കണേ. ഇനി ഉപ്പെല്ലാം ഉണ്ടോ എന്ന് നോക്കുക. ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് 2 മിനിറ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്യാം. കണ്ടോ, ഇത്രേ പണിയുള്ളൂ. ഇതിനേക്കാൾ എളുപ്പമുള്ളൊരു ചിക്കൻ കറി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇത് കറി എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് ഡ്രൈ ആയിട്ട് നമ്മൾ ഈ വെജിറ്റബിൾസും ഈ ചെറുപയറും അങ്ങനെയെല്ലാം കറി ഉണ്ടാക്കുന്ന സമയത്ത് ചിക്കൻ വേണമെന്ന് തോന്നുകയാണെങ്കിൽ നമുക്കൊരു സൈഡ് ഡിഷായിട്ട് ഇതുണ്ടാക്കാം. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ഇൻഷാ അല്ലാഹ് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും.